പറയാനാണെങ്കിൽ JD7 പൊളിയാണ്, സെറ്റാണ്, വൈബാണ്. ഞാൻ ആദ്യമായിട്ട് ആ ട്രിപ്പ് പോകുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ചേട്ടന്മാരെ കാണുന്നത്. സാധാരണ സാറന്മാരത്തും ഉണ്ടും, പക്ഷെ ബസ്സിലെ ഡ്രൈവർ മാമനായത് ഡ്രൈവർ ചേട്ടനായാലും ബസ്സിലെ ഡ്രൈവർ ചേട്ടനായാലും കാർത്തികേട്ടനായാലും മറ്റേ ആയിക്കാണേലും അടിപൊളിയായിരുന്നു. കൂടെ നിന്നോ മറയൂർ ട്രക്കിങ്ങിനൊക്കെ ഭയങ്കര പവർ ഓൺ ആയിട്ട് നിന്നായിരുന്നു. അതൊന്നും അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. പക്ഷെ അതുകൊണ്ട് മാത്രമാണ് ട്രക്കിംഗ് ഒക്കെ അടിപൊളിയായത്. ഒരു റീൽ എടുക്കാനാണെങ്കിൽ എന്ത് പറഞ്ഞാലും അപ്പൊ ഓക്കെ സെറ്റ് വൈബ് എന്ന് പറയുന്നത് എല്ലാം പൊളിയായിരുന്നു. അതുപോലെ പാക്കേജ് അടിപൊളിയായിരുന്നു. ഫുഡ് നൈസ് ആയിരുന്നു. മറയൂരിലേക്ക് പാക്കേജ് റൂംസ് ആയാലും നൈസ് ആയിരുന്നു. ഇവരുടെ ഒരു നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. കുറച്ച് വളരെ ക്രിയേറ്റീവായ ടാലന്റഡ് ആയിട്ടുള്ള നന്നായിട്ട് പ്ലാൻ ചെയ്യാൻ അറിയാവുന്ന ഒരു ടീമിൻ്റെ കൂടെ നമ്മൾ വന്നത്. അവർ ഫസ്റ്റ് ഞാൻ ശരിക്കും ഞെട്ടിയ ഒരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ, നമ്മളവിടെ ആ ഫുഡൊക്കെ കഴിച്ചിട്ടിങ്ങനെ വന്നപ്പോൾ ഒരു സ്റ്റേജ് പോലെ അവർ സെറ്റ് ചെയ്തിട്ട് അത് വളരെ എനിക്ക് നല്ല ഇന്നോവേറ്റീവായിട്ട് തോന്നി, നല്ല രസമായിട്ട് തോന്നി. ഒരുപാട് ട്രിപ്പൊന്നും പോയിട്ടില്ലെങ്കിലും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒന്ന് കാണുന്നത്. ഓരോ പാക്കേജ് വരുമ്പോഴും നമ്മൾ ഇങ്ങനെ പുറകെ നടന്ന് പറയുകയായിരുന്നു. കാരണം ഇത് മതി. ഒത്തിരി ഹാപ്പി, കാരണം ഒത്തിരി പേര് വന്നിട്ട് പറഞ്ഞ് നല്ല ഫുഡാവട്ടെ, ഹോട്ടലാവട്ടെ, എവറിത്തിങ് നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞു. ആൻഡ് ഇന്നിപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ എടുത്തതിൽ ചെയ്ത നല്ല ഡിഷായിരുന്നു JD7 ആൻഡ് യങ്മാൻ ഓൾസോ. ബഡ്ജറ്റിന് വർത്ത് ആയിരുന്നു തോന്നുന്നു. എല്ലാം നൈസാണ്, ഹാപ്പിയാണ്. വീട്ടിലോട്ട് ചെല്ലുമ്പോൾ കുറേ മെമ്മറീസ്, ഗാലറി ഫുൾ ഓഫ് മെമ്മറീസ് ഒക്കെ ആയിട്ട്. താങ്ക് യു പാക്കേജ് JD7 ആൻഡ് ബസ്സിലെ ആൾക്കാർ, പിള്ളേർ, സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് ആൻഡ് യങ് മെമ്പേഴ്സ്. താങ്ക് യു ഫോർ എവറിത്തിങ്.